പോസ് നമുക്ക് 3 രീതിയിൽ വരാനായിട്ട് പറ്റും. ഒന്ന്, നമ്മുടെ ഓയിലി സ്കിൻ കാരണം ഒരു ഓപ്പൺ പോസ് വരാം. 2, നമ്മുടെ സ്കിൻ എക്സസീവ് ആയിട്ട് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട്, അതായത് ഡ്രൈ സ്കിൻ അല്ല, ഡീഹൈഡ്രേറ്റഡ് സ്കിൻ്റെ ഹൈഡ്രേഷൻ, വെള്ളം നന്നായിട്ട് നശിക്കുന്ന കാരണം നമുക്ക് ഓപ്പൺ പോസ് വരാം. പിന്നെ നമ്മുടെ പ്രായമാവുന്നത് കാരണം നമ്മുടെ സ്കിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്ന കാരണം നമുക്ക് ഓപ്പൺ പോസിൻ്റെ അപ്പിയറൻസ് വരാനായിട്ട് പറ്റും. ഓയിലി സ്കിൻ ആണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾ സാലിസിലിക് ആസിഡ് സിറം വീക്കിലി വൺസോ ടോയ്സോ ഫേസിൽ നൈറ്റ്ലി യൂസ് ചെയ്യുക. നിയാസിനമൈഡ് സിറം ഡെയിലി യൂസ് ചെയ്യുക. ബിഗിനേഴ്സ് ആണെങ്കിൽ 5%, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് 10 പോകാം. ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണെങ്കിൽ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും അതിൻ്റെ കൂടെ സ്കിന്നിൽ നയാസിനമൈഡ് സിറം ഡെയിലി യൂസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. ബിഗിനേഴ്സ് ആണെങ്കിൽ 5, അതല്ലെങ്കിൽ നമ്മൾ 10%. പോകാം. ഒരു 23 വയസ്സിന് ശേഷമാണ് നിങ്ങളൊരു ഓപ്പൺ പോസ് കാണുന്നതെങ്കിൽ സ്കിൻ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ട് കാണുന്ന ഓപ്പൺ പോസ് ആണ്. അതാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഏറ്റവും നല്ലത് റെറ്റിനോൾ യൂസ് ചെയ്യുന്നതാണ്. അതും ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള റെറ്റിനോൾ വേണം ഫസ്റ്റ് യൂസ് ചെയ്യാം. ബ്രിക്കലിൻ്റെ, ഫോക്സ്റ്റെയിലിൻ്റെ, അതല്ലെങ്കിൽ നമ്മുടെ ഡെർമോക്കയും ഡോക്ടർ വിയും കൂടെയുള്ള റെറ്റിനോളും നല്ല ഓപ്ഷൻസ് ആണ്. എന്തെങ്കിലും ഡോക്ടർ കമന്റ് ബോക്സിൽ ചെയ്ത് ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. ടാറ്റ.